വചനം 231. വഇദാ ത്വല്ലഖ്തും, നിങ്ങൾ വിവാഹമോചനം ചെയ്താൽ, അന്നിസാഅ, സ്ത്രീകളെ, ഫബലഗ്ന, എന്നിട്ടവർ എത്തി, പ്രാപിച്ചു, അജലഹുന്ന, അവരുടെ അവധി, ഫഅംസികൂഹുന്ന, എന്നാൽ അവരെ വെച്ചുകൊണ്ടിരിക്കുവിൻ, ബിമഅറൂഫിൻ, ആചാരമനുസരിച്ച്, മര്യാദ അനുസരിച്ച്, ഔസരിഹുന്ന, അല്ലെങ്കിൽ അവരെ പിരിച്ചയക്കുക, വേർപ്പെടുത്തുക, ബിമഅറൂഫിൻ, ആചാരപ്രകാരം, മര്യാദയനുസരിച്ച്, വലാ തുംസികൂഹുന്ന, അവരെ നിങ്ങൾ പിടിച്ചു വെക്കരുത്, ദിറാറ, ദ്രോഹം ചെയ്യുവാൻ, ലിതഅ്തദു, നിങ്ങൾ അതിരുവിടുവാനായിട്ട്, അതിക്രമം ചെയ്യുമാറ്, വമൻ യഫ്അൽ, ആരെങ്കിലും ചെയ്യുന്നതായാൽ, ദാലിക, അത്, ഫഖദ് ളലമ, എന്നാൽ അവൻ അക്രമം പ്രവർത്തിച്ചു കളഞ്ഞു, നഫ്സഹു, അവനോട് തന്നെ, വലാ തത്തഖിദു, നിങ്ങൾ ആക്കി തീർക്കരുത്, ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളെ, ഹുസുവ, പരിഹാസം, പരിഹാസ്യം, വദ്കുറു, ഓർക്കുകയും ചെയ്യുവീൻ, നിഅ്മതല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ, അലൈക്കും, നിങ്ങൾക്ക്, വമാ അൻസല, അവൻ ഇറക്കിയതിനെയും, അലൈക്കും, നിങ്ങൾക്ക്, മിനൽ കിതാബി, ഗ്രന്ഥത്തിൽ നിന്ന്, വൽ ഹിക്മതി, വിജ്ഞാനത്തിൽ നിന്നും, യഇളുകും ബിഹി, അതുവഴി നിങ്ങൾക്ക് അവൻ സതുപദേശം നൽകിക്കൊണ്ട്, അഥവാ നൽകുവാൻ, വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, വഅലമു, അറിയുകയും ചെയ്യുവിൻ, അന്നല്ലാഹ, അള്ളാഹു ആകുന്നു എന്ന്, ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെപ്പറ്റിയും, അലീം, അറിയുന്നവൻ. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവർ അവരുടെ ഇദ്ദയുടെ അവധി പ്രാപിച്ചാൽ അവരെ നിങ്ങൾ ആചാരമര്യാദയനുസരിച്ച് വെച്ചുകൊണ്ടിരിക്കുവീൻ, അല്ലെങ്കിൽ ആചാരമര്യാദയനുസരിച്ച് അവരെ പിരിച്ചുവിടുവീൻ. നിങ്ങൾ അതിര് വിട്ടുപോകുമാറ് ദ്രോഹമുണ്ടാക്കുന്നവനായിട്ട് അവരെ നിങ്ങൾ പിടിച്ചുവെക്കുകയും ചെയ്യരുത്. ആരെങ്കിലും അത് ചെയ്യുന്ന പക്ഷം അവൻ അവനോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ അഥവാ വചനങ്ങളെ നിങ്ങൾ പരിഹാസ്യമാക്കി തീർക്കരുത്. നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുകയും ചെയ്യണം. വേദഗ്രന്ഥത്തിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നുമായി നിങ്ങൾക്ക് സതുപദേശം നൽകിക്കൊണ്ട് അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളതും ഓർക്കുവീൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാണെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുവീൻ. വചനം 231 വിശദീകരണം. ത്വലാഖിനെ തുടർന്ന് സ്ത്രീകൾ ആചരിക്കേണ്ടുന്ന ഇദ്ദകാലം കഴിയാറാകുമ്പോൾ ഭർത്താവ് രണ്ടിലൊന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ അവളെ വിവാഹബന്ധത്തിൽ നിന്ന് മടക്കിയെടുത്ത് അവളെ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മടക്കിയെടുക്കാതെ പിരിച്ചുവിടുക. മടക്കിയെടുക്കുന്നത് ഇദ്ദാകാലം കഴിയും മുമ്പ് എപ്പോഴും ആവാമെന്ന്
മുൻ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ വിഷയം രണ്ട് കാര്യത്തിലാണ് ഊന്നി നിൽക്കുന്നത്. ഇദ്ദയുടെ കാലാവധി അവസാനിക്കാറാകുമ്പോഴാണ് രണ്ടിലൊന്ന് അനിവാര്യമായിത്തീരുന്നത്. ഇദ്ദയുടെ അവസരം പാഴാക്കിയാൽ മടക്കിയെടുക്കുന്ന പ്രശ്നം ഇല്ലാതായിത്തീരും. ഇതാണ് ഒന്ന്. മറ്റൊന്ന്, രണ്ടിൽ ഏത് സ്വീകരിച്ചാലും ശരി അത് നീതിയും മര്യാദയും അനുസരിച്ചായിരിക്കണം. ഏതെങ്കിലും ദുരുദ്ദേശം വെച്ചുകൊണ്ടോ ഉപദ്രവവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന തരത്തിലോ ആയിക്കൂടാ എന്നുള്ളതാണ്. ഇക്കാര്യമാണ് ഈ വചനത്തിലെ ഏറ്റവും പ്രധാനമായ വിഷയം. ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഒഴിച്ചാൽ മറ്റു വാക്യങ്ങളെല്ലാം ഈ വിഷയത്തെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ളതാണെന്ന് കാണാം. ചിലപ്പോൾ മടക്കിയെടുക്കുന്നതിലായിരിക്കും ഇരുവരുടെയും നന്മ. ചിലപ്പോൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും നല്ലത്. ചില സന്ദർഭങ്ങളിൽ നേരെ മറിച്ചുമായിരിക്കും. പരിതസ്ഥിതികളും ചുറ്റുപാടുകളും കണക്കിലെടുത്തുകൊണ്ട് ഏതിലാണ് നന്മയെന്നും ഏതാണ് കരണീയമെന്നും ആലോചിച്ചു വേണം രണ്ടിലൊന്ന് തീരുമാനിക്കുവാൻ. അല്പം വല്ല വഴക്കും ഉണ്ടാകുമ്പോഴേക്കും ഭാര്യയെ ത്വലാക്ക് നടത്തുക, എന്നിട്ട് ഇദ്ദ കഴിയുമ്പോഴേക്ക് മടക്കിയെടുക്കുക. അധികം താമസിയാതെ മറ്റൊരു കാരണം കിട്ടുമ്പോൾ വീണ്ടും ത്വലാക്ക് നടത്തുക, പിന്നെയും മടക്കിയെടുക്കുക. അങ്ങനെ രണ്ടുമല്ലാത്ത നിലയിൽ അവളെ കഷ്ടപ്പെടുത്തുക. അല്ലെങ്കിൽ മടക്കിയെടുത്ത ശേഷം നല്ല നിലയ്ക്ക് പെരുമാറാതിരിക്കുക. ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളിൽ വീഴ്ച വരുത്തുക. അവസാനം പ്രതിഫലം നിശ്ചയിച്ചു കൊണ്ടുള്ള വിവാഹമോചനത്തിന് അഥവാ ഖുൽഇന് അവൾ നിർബന്ധിതയാകുക തുടങ്ങിയ ദുസ്സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള താക്കീതാണ് വലാ തുംസിക്കൂഹുന്ന ലിറാറൻ ലി താഴ്ത്തതു, അതിരുകവിയുമാർ ദ്രോഹം ചെയ്യുവാനായിട്ട് അവരെ പിടിച്ചുവെക്കരുത് എന്ന വാക്യം. ഇത്തരം ഉപദ്രവങ്ങൾ ചെയ്യുവാൻ വേണ്ടി സ്ത്രീകളെ മടക്കിയെടുക്കരുതെന്ന് വിരോധിച്ചുകൊണ്ട് അള്ളാഹു വിഷയം മതിയാക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് അവനവനോട് തന്നെ ചെയ്യുന്ന അക്രമമാണ്. അഥവാ ഇഹത്തിലും പരത്തിലും അതിൻ്റെ ഭവിഷ്യത്ത് അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് താക്കീതും ചെയ്യുന്നു. മാത്രമല്ല അത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവഗണിക്കലും പരിഹസിക്കലുമാണെന്നും അവൻ്റെ അനുഗ്രഹങ്ങളോടും ഖുർആനിലൂടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരമോ അവൻ നൽകിയ സതുപദേശങ്ങളോടും കാണിക്കുന്ന നന്ദികേടുമാണെന്നും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനം അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ എല്ലാ രഹസ്യപരസ്യങ്ങളും അറിയുന്നവനാണെന്ന് ഓർമ്മ വെക്കണമെന്നും ഉണർത്തുന്നു. അപ്പോൾ ഈ വിഷയം എത്രമാത്രം ഗൗരവത്തിലാണ് അള്ളാഹു കണക്കിലെടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കുക. ഇതെല്ലാമായിട്ടും ഇന്നത്തെ മുസ്ലിങ്ങൾ അധികവും ഈ വിഷയത്തിൽ അവലംബിച്ചു വരുന്ന സമ്പ്രദായം ഓർക്കുമ്പോൾ അതിയായ സങ്കടം തോന്നുന്നു. ഇസ്ലാമിലെ വൈവാഹിക വ്യക്തി നിയമങ്ങൾക്കെതിരിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇന്ന് പ്രചാരണം നടത്തുന്നുവെങ്കിൽ അതിനുള്ള യഥാർത്ഥ കാരണക്കാർ അള്ളാഹുവിൻ്റെ ഇത്തരം കൽപ്പനകളെ അഗണ്യകോടിയിൽ തള്ളിക്കളയുന്ന മുസ്ലിങ്ങൾ തന്നെയല്ലാതെ മറ്റാരുമല്ല. വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല, മറ്റേതു തുറയിലും അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചും ഉപദേശിച്ചും തന്ന നിയമങ്ങൾ അതേപടി പാലിക്കുകയും അവയിലടങ്ങിയ തത്വോദ്ദേശങ്ങൾക്ക് നിരക്കാത്ത നടപടികൾ വർജിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഏതു കാലത്തും ഏതു ദേശത്തും ഇസ്ലാമിൻ്റെ നിയമ നടപടികൾക്കെതിരെ പ്രചാരണം നടത്തുവാൻ അതിൻ്റെ ശത്രുക്കൾ ആയുധം കിട്ടാതെ കുഴങ്ങേണ്ടി വരുമെന്ന് തീർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: 3 വിഷയങ്ങളുണ്ട്. അതിൽ കാര്യവും കാര്യം തന്നെ, തമാശയും കാര്യം തന്നെ. അതായത് നിക്കാഹും ത്വലാഖും അഥവാ വിവാഹവും വിവാഹമോചനവും മടക്കിയെടുക്കലും. അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ. അതായത് ഈ 3 വിഷയവും നടക്കുന്നത് കാര്യമായിട്ടായാലും തമാശയായിട്ടായാലും നിയമപരമായി അത് സാധുവായി തന്നെ ഗണിക്കപ്പെടും. അത് തമാശയായി നടന്നതാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുവാൻ സാധ്യമല്ല എന്ന് സാരം. ഈ ആശയം വ്യക്തമാക്കുന്ന ഹദീസുകൾ വേറെയും കാണാം.